നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. തകൃതി നടക്കരുതേ, തരികിടയൊന്നും ചെയ്യരുതേ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഷാലോൺ ടി വിയുടെ അമ്മു അക്കു ഷോയിലേക്ക് സ്വാഗതം. സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. പറ അങ്കിൾ, നിങ്ങൾ ഇങ്ങനെ എന്താ കാര്യം പറ. ഇന്നത്തെ കഥയുടെ പേരെന്താണ്? ഇന്നത്തെ കഥയുടെ പേരാണ് അഹങ്കാരം ആപത്താണ്. അങ്കിൾ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പറഞ്ഞോ. ഈ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില അഹങ്കാരത്തിന്റെ ഇല്ല, അമ്മൂന് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. ആർക്കും നമ്മുടെ കൂട്ടത്തിൽ അഹങ്കാരമില്ല. എങ്കിൽ ഞാൻ കൂട്ടുകാരുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു മയിലിന് പറ്റിയ അഹങ്കാരത്തെ പറ്റിയാണ്. കേക്കട്ടെ കേക്കട്ടെ കേക്കട്ടെ. ഒരു മയിൽ ഒരു നദിക്കരയുടെ തീരത്ത് ഇങ്ങനെ എന്നും തൻ്റെ മനോഹരമായ തൂലുകളൊക്കെ വിടർത്തി ഇങ്ങനെ നടക്കുമായിരുന്നു. എന്നിട്ട് അങ്കിള് പറഞ്ഞാട്ടെ. മയിലിങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. മറ്റു മൃഗങ്ങളെ കാണുമ്പോൾ ഈ മയിലിന് ഭയങ്കര പുച്ഛമായിരുന്നു. എന്താ കാരണം നാക്കൂനറിയാമോ? ഈ അയലിന്റെ വിചാരം അയല് നല്ല സുന്ദരിയാണല്ലോ. മയില് നല്ല സുന്ദരി ആയതുകൊണ്ട് കാക്കയെ കണ്ടാലും കൊക്കിനെ കണ്ടാലും എല്ലാം പുച്ഛത്തോടെ നോക്കും. മയിലിന്റെ മനോഹരമായ ചിറകുകളൊക്കെ വിടർത്തി ഇങ്ങനെ നിൽക്കുമ്പോ മയിലിന് തോന്നും, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ ജീവി. അല്ലേ, ശരിയല്ലേ? അല്ല തോന്നും. അവസാനം മയിൽ ഒരു ദിവസം ഒരു കാക്കയെ കണ്ടിട്ട് ചോദിച്ചു, നിന്റെ ഈ കറുത്ത നിറം കൊണ്ട് വലിയ പ്രയോജനമുണ്ടോ? നിന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അത് ശരിയാ, കാക്കയെ കാണാൻ ഒരു രസമില്ല, അതുകൊണ്ട് ആരും കാക്കയെ നോക്കുകയില്ല. കാക്കയോട് ചോദിച്ചു, നിന്നെ കാണാൻ വല്ല ഭംഗിയുണ്ടോ? നിന്നെ ആരും നോക്കുന്നുണ്ടോ? കണ്ടോ എന്റെ ചെറികളൊന്ന് നോക്കിയേ. കാക്ക ഈ മയിലിന്റെ വർത്താനം, അഹങ്കാരത്തോടുള്ള വർത്തമാനമൊക്കെ കേട്ട് കാക്ക ഇങ്ങനെ മിണ്ടാതിരുന്നു. അഹങ്കാരി അല്ലെങ്കിൽ അതെ, ശരിക്കും അഹങ്കാരം. പക്ഷേ കാക്കയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? കാക്കയുടെ നിറം കറുപ്പല്ലേ? അത് ശരിയാണ്. പക്ഷേ കാക്ക കറുപ്പാണെങ്കിലും കാക്ക ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അത് ശരിയാ. എന്താണെന്നറിയാമോ? നമ്മുടെ രാജ്യത്തുണ്ടാവുന്ന മാലിന്യങ്ങളെല്ലാം തിന്നു തീർക്കുന്നത് കാക്കയാണ്. അപ്പൊ കാക്കയെ കൊണ്ട് നമ്മുടെ സമൂഹത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അങ്ങനെയുള്ള കാക്കയെ ഈ മയിൽ ചെന്ന് അഹങ്കാരത്തോടെ പരിഹസിക്കുകയാണ്. കാക്ക ഇതെല്ലാം കേട്ട് ഇങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ വിഷമത്തോടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ മയിലിനെ പിടിക്കുവാനായിട്ട് ഒരു കുറുക്കൻ പക്കം പാർത്തിങ്ങനെ നടക്കുമായിരുന്നു. മയിൽ പതിവ് പോലെ കാക്കയോട് തർക്കിച്ചും പരിഹസിച്ച് നിൽക്കുന്ന സമയത്താണ് കുറുക്കൻ ഓടി വന്നത്. ഈ സമയത്ത് എന്തു പറ്റിയെന്നറിയാമോ? കാക്കയ്ക്ക് അതെ, കാക്കയ്ക്ക് പെട്ടെന്ന് പറക്കാൻ പറ്റി. മയിലിനോ മയിലിന് പറന്നു പോകാൻ പറ്റിയില്ല. അവന്റെ മനോഹരമായ തൂവലുകളൊന്നും അവന് രക്ഷപ്പെടാനുള്ള അവസരം ലഭിച്ചില്ല. എന്നിട്ട് ഒരു കണക്കിന് കഷ്ടപ്പെട്ട് മയിൽ കുറുക്കന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്തു ചെയ്യാനാ? കുറെ തൂവലുകളൊക്കെ നഷ്ടപ്പെട്ടു. അവശനായി വളരെ വിഷമത്തോടെ മയിൽ ലജ്ജാഭാരത്തോടെ വന്ന് ഒരു പാറയുടെ പുറത്തിരുന്നു. ജീവൻ മാത്രം തിരിച്ചു കിട്ടിയല്ലേ? തൂലുകളെല്ലാം നഷ്ടപ്പെട്ടു. ലജ്ജാഭാരത്തോടെ തല കുമ്പിട്ട് നിൽക്കുന്ന മയിലിന്റെ അടുത്ത് നിന്നിട്ട് കാക്ക പറഞ്ഞു, കൂട്ടുകാരാ, നിന്റെ മനോഹരമായ ചിറകുകൾ കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയോ? ഇല്ല. പക്ഷേ നീ എന്നെ പരിഹസിച്ചില്ലേ, എന്നെ നിന്ദിച്ചില്ലേ? പക്ഷെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റി. നിന്റെ അഹങ്കാരമാണ്
ആപത്തായി മാറിയത്. മനോഹരമായ തൂവലുണ്ടായതുകൊണ്ട് കാര്യമില്ല, പക്ഷേ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ബുദ്ധി വേണം. അതുകൊണ്ട് ഒന്നോർക്കണം, അഹങ്കാരം ആപത്താണ്. അതെ, കൂട്ടുകാർക്ക് എന്താ നമുക്ക് പറയാനുള്ളൊരു സന്ദേശം? പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഓരോ സൃഷ്ടിയെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ്. ഒരു സൃഷ്ടി ചെറുതാണെന്നോ മറ്റൊരു സൃഷ്ടി വലുതാണെന്നോ പറയാൻ നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് നമ്മളൊന്ന് ഓർക്കണം, ദൈവം തന്ന ബുദ്ധിക്കും ശക്തിക്കും വിവേകത്തിനും അനുയോജ്യമായി പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം. അഹങ്കാരം ആപത്ത് ക്ഷണിച്ചു വരുത്തും. അതുകൊണ്ട് അഹങ്കാരം ആപത്ത് ക്ഷണിച്ചു വരുത്തും. എത്ര കേട്ടാലും മതി വരാത്ത ഒന്നാണ് കഥ. നിങ്ങൾക്കൊക്കെ കഥ കേൾക്കാൻ ഇഷ്ടമാണോ? കഥ പറയാൻ ഇഷ്ടമാണോ? എന്നാ നമുക്കിന്ന് കഥ പറയാൻ പഠിച്ചാലോ? അപ്പോ കഥ പറയാനായിട്ട് ആദ്യം വേണ്ടത് ഒരു കഥ വേണം. കഥ പറയാൻ ഒരാള് വേണം. കഥ കേൾക്കാൻ കുറേ ആൾക്കാരും വേണം, അല്ലേ? അപ്പോൾ കഥ പറയാനായിട്ട് ഏറ്റവും ആദ്യം നമുക്ക് നല്ല ഒരു കഥ തിരഞ്ഞെടുക്കാം. രണ്ടാമതായിട്ട് ആത്മവിശ്വാസത്തോടെ ആ കഥ മുഴുവൻ മനസ്സിരുത്തി പഠിക്കുക. അത് പഠിക്കുന്നതിന് മുൻപായിട്ട് കഥകൾ തിരഞ്ഞെടുത്തത് നല്ലതാണോ നല്ലതല്ലയോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കണം. അതിന് നമ്മുടെ ടീച്ചർമാരുണ്ട് നമ്മുടെ കൂടെ, നമ്മുടെ മാതാപിതാക്കളുണ്ട്, കൂട്ടുകാരുണ്ട്. അവരുടെ കൈകളിലൊക്കെ ഒന്ന് കൊടുക്കുക. എന്നിട്ട് ഈ കഥയെക്കുറിച്ച് ഒരു അഭിപ്രായം ചോദിക്കുക. അങ്ങനെ നല്ല കഥ തിരഞ്ഞെടുക്കുക. നല്ല കഥ തിരഞ്ഞെടുത്ത് അത് നല്ലവണ്ണം മനസ്സിരുത്തി പഠിക്കുക. സ്വയമായിട്ട് അത് പറഞ്ഞു നോക്കുക. പിന്നെ നമ്മുടെ മാതാപിതാക്കളുണ്ട്, അവരുടെ മുൻപിൽ വെച്ചോ നിങ്ങൾ കണ്ണാടിയുടെ മുൻപിൽ വെച്ചോ പല പ്രാവശ്യം പഠിച്ച കഥകൾ പിന്നെയും പിന്നെയും പറഞ്ഞു നോക്കുക. നമ്മളൊക്കെ ഒരു കഥ പറയൽ മത്സരത്തിന് പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ചില കുട്ടികളൊക്കെ ഇങ്ങനെ കഥ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ നോക്കി നിൽക്കാറില്ലേ? എന്നിട്ട് നമ്മൾ വിചാരിക്കും, അയ്യോ എനിക്കും ഇങ്ങനെ ഒരു കഥ പറയാനായിട്ട് പറ്റിയിരുന്നെങ്കിൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല കഥ തിരഞ്ഞെടുത്ത് മത്സരത്തിന് വേണ്ടി നല്ല ഭംഗിയായിട്ട് ഒരുങ്ങുക. ഒരുങ്ങിയതിന് ശേഷം നന്നായിട്ട് അത് പഠിക്കുക, മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കുക. ഇനി നമ്മൾ സ്റ്റേജിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമ്മൾ നമ്മുടെ ചെസ്റ്റ് നമ്പർ വിളിക്കും, നമ്മുടെ പേര് വിളിക്കും. പതുക്കെ നമ്മൾ സ്റ്റേജിലെത്തും. സ്റ്റേജിലെത്തിയാൽ നമ്മൾ ആദ്യം കാണേണ്ട കാര്യം, നമ്മുടെ മുൻപിൽ ചിലപ്പോൾ നമ്മുടെ ടീച്ചർമാരിയ്ക്കുന്നുണ്ടാവും, നമ്മുടെ ഫ്രണ്ട്സ് ഇരിക്കുന്നുണ്ടാവും, നമ്മളെക്കാൾ വലിയ കഥ പറയുന്ന കുട്ടികൾ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ ഒന്നും പേടിക്കേണ്ട. കാരണം എന്താ? നമ്മൾ നമ്മുടെ കഥ നന്നായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. ഒരുങ്ങിയ കഥ നമ്മൾ പറയാനായിട്ട് പോവാ. ധൈര്യത്തോടെ സ്റ്റേജിൽ നിൽക്കുക. കൈയും കാലൊക്കെ നന്നായിട്ട് ഒതുക്കി വെക്കുക. നമ്മുടെ ഓഡിയൻസിനെ മുഴുവൻ നന്നായിട്ടൊന്ന് നോക്കുക. കൂട്ടുകാരെ നോക്കി ഒന്ന് ചിരിക്കുക. പതുക്കെ ചിരിച്ചാൽ മതി. ചിരിച്ചതിന് ശേഷം പതുക്കെ നമ്മുടെ കഥ ആരംഭിക്കുക. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും എല്ലാവർക്കും കേൾക്കാനായിട്ട് പറ്റുന്ന തരത്തിലാണ് നമ്മൾ പറയേണ്ടത്. ശബ്ദ വ്യതിയാനങ്ങൾ വരുത്തി ഓരോ കഥയുടെ ഭാഗങ്ങൾക്കനുസരിച്ച് വേണം നമ്മളത് പറഞ്ഞു കൊടുക്കാൻ. ഒരു ഉദാഹരണം പറഞ്ഞ ഒരു പേടിപ്പെടുത്തുന്ന ഒരു കഥയാണ്. ഒരു കാട്ടിലൂടെ ഒരു കൊച്ച് പതുക്കെ 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 നടന്നു പോയാണ്. പെട്ടെന്ന് അവൻ കാണുകയാണ്, അവന്റെ മുൻപിൽ ഒരു രാക്ഷസൻ കിടന്നുറങ്ങുന്നു. അവനൊരു പേടി തോന്നി. ശബ്ദമുണ്ടാക്കാതെ പതുക്കെ 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 അടുത്തെത്തി. പെട്ടെന്നൊരു അലർച്ച. രാക്ഷസൻ കണ്ണു തുറന്നു. ഇവൻ ഒന്നും മിണ്ടാതെ ഓടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പൊ മനസ്സിലായോ? അതായത് നമ്മൾ പറയുന്ന കഥയുടെ ഭാഗങ്ങൾക്കനുസരിച്ച് വേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥ ആരൊക്കെ കേൾക്കുന്നുണ്ടോ അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ അവര് നമ്മൾ കഥ പറയുമ്പോൾ നമ്മുടെ കൂടെ സഞ്ചരിക്കുകയാണ്. അതാണ് കഥ പറയുന്ന ആളുടെ വിജയം എന്ന് പറയുന്നത്. അതിനുശേഷം ധൈര്യത്തോടെ നമ്മൾ പഠിച്ച കഥയൊക്കെ ഭംഗിയായിട്ട് അവരുടെ മുൻപിൽ അവതരിപ്പിക്കുക. ധൈര്യത്തോടെ പറയാ. പിന്നെ ചിലപ്പോൾ നമ്മൾ കഥ മറന്നു പോകാനായിട്ട് വഴിയുണ്ട്, ഇല്ലേ? മറന്നു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു പേടിയും പേടിക്കണ്ട. നമ്മൾ ബാക്കി ഓർമ്മ വരുന്ന കാര്യങ്ങൾ പറയാം.
ഇനി അടുത്ത ചാൻസ് നമുക്ക് ഇനിയും വരും, ആ. ഇല്ലേ? ആ. അതിനുശേഷം കഥ പറഞ്ഞ് ഏറ്റവും അവസാനിപ്പിക്കുന്നത് നമ്മുടെ കഥയിലെ ഒരു സാരാംശം ഉണ്ടായിരിക്കും, ഒരു ഗുണപാഠം ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ കഥ വെറുതെ പറഞ്ഞു തീർക്കുന്നതല്ല, നമുക്ക് ജീവിക്കാനുള്ളതാണ്. അപ്പൊ ഗുണപാഠം എന്താണെന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക. ആ. അപ്പൊ നമ്മുടെ കഥ റെഡിയായി. ആ. ഇനി നമുക്കൊരു കഥ പറഞ്ഞാലോ? ആ. നിങ്ങൾക്ക് ആർക്കാ കഥ പറയാൻ അറിയാം? എനിക്ക്. ആണോ? എന്നാ നമുക്ക് കഥ കേട്ടാലോ? പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു ആമയും ഒരു മുയലും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം അവർ രണ്ടുപേരും തമ്മിൽ ഒരു പന്തായം വെച്ചു. എന്തായിരിക്കും ആ പന്തായം? രണ്ടുപേര് വെച്ച് ഏറ്റവും വേഗത്തിൽ ഓടുന്ന ആളാരായിരുന്നു എന്ന്. അങ്ങനെ പന്തായം തുടങ്ങി. മുയൽ എന്ത് ചെയ്തു? വളരെ വേഗത്തിൽ ഓടി. പക്ഷെ ആമ പതുക്കെ പതുക്കെ നീങ്ങി നടന്നു. മുയൽ കുറേ ദൂരം ചെന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കി. ആമ പതുക്കെയല്ലേ വരുന്നത്, കുറച്ചു നേരം ഞാൻ വിശ്രമിക്കാം, എന്നിട്ട് ഓടാം. വിശ്രമിക്കാനിരുന്ന മുയൽ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ആമ പതുക്കെ 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 വിജയസ്ഥാനത്ത് എത്തി. ഉറങ്ങിക്കിടക്കുന്ന മുയൽ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. ഓടിച്ചെന്നപ്പോൾ വിജയസ്ഥാനത്ത് ഇരിക്കുന്ന ആമയെ കണ്ടു. ഇത് കണ്ടപ്പോൾ മുയൽ വിഷമത്തോടെ പോയി. പാച്ചും തോമും വലിയ കൂട്ടുകാരായിരുന്നു. അവർ രണ്ടുപേരും മരുഭൂമിയിൽ നടന്നു പോവുകയായിരുന്നു. അവർക്കിടയിൽ ഒരു വഴക്കുണ്ടായി. തോമോന് ദേഷ്യം വന്നതുകൊണ്ട് പാച്ചുവിന്റെ മുഖത്ത് അടിച്ചു. സങ്കടം വന്ന പാച്ചു പെട്ടെന്ന് തന്നെ തന്റെ കൈവിരലുകൊണ്ട് മണ്ണിൽ എഴുതി, ഇന്നെന്റെ പ്രിയ സുഹൃത്ത് എന്റെ മുഖത്ത് അടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും യാത്ര തുടർന്നു. അവിടെ വെച്ച് അവർ ഒരു കുളം കണ്ടു. കുളം കണ്ട സന്തോഷത്തോടെ പാച്ചു കുളത്തിന്റെ അവിടെ ചാടി. പാച്ചുവിന്റെ തന്റെ കാൽ എവിടെ കുടുങ്ങിയതായി അവന് തോന്നി. പെട്ടെന്ന് തന്നെ അവനെ സഹായത്തിന് വേണ്ടി കരഞ്ഞു. തോമു ഉടൻ തന്നെ പാച്ചുവിനെ രക്ഷിച്ചു. അപ്പോൾ പാച്ചു ചോദിച്ചു, നീ എന്തിനാ എന്നെ സഹായിച്ചത്? പാച്ചു ചോദിച്ചപ്പോൾ തോമു പറഞ്ഞു, നീ ആപത്തിൽ പറ്റിയതല്ലേ. അപ്പോൾ പാച്ചു ഉടൻ തന്നെ പോയി അവിടെ ഇരിക്കുന്ന കല്ലിൽ എഴുതി, നീ ഇന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് എന്നെ സഹായിച്ചു. അപ്പോൾ തോമു ഇത് കണ്ട് ചോദിച്ചു, നീ എന്തിനാണ് ആദ്യം മണ്ണിൽ എഴുതി ഇപ്പോൾ കല്ലിലും എഴുതിയത്? അപ്പോൾ പാച്ചു പറഞ്ഞു, നമ്മളെ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അത് കല്ലിൽ എഴുതണം. എന്തുകൊണ്ടാ വെച്ചാൽ അത് കാറ്റത്ത് മാഞ്ഞു പോകില്ല. നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മണ്ണിൽ എഴുതണം. എന്തുകൊണ്ടാ വെച്ചാൽ അത് കാറ്റത്ത് മാഞ്ഞു പോകും. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളെ ആരെങ്കിലും വേദനിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ആ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകണം. നമ്മളെ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അത് ഹൃദയമായ കല്ലിൽ സൂക്ഷിച്ചു വെക്കണം. രണ്ടുപേരുടെയും കഥ വളരെ നന്നായിരുന്നു. ആദ്യത്തെ കഥയില് പന്തായമല്ല പന്തയമാണത്. പിന്നെ രണ്ടാമത്തെ കഥയില് നമ്മൾ കഥ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിരുത്തി പഠിക്കാനായിട്ട് നോക്കുക. കേട്ടല്ലോ? പിന്നെ കഥകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മലയാള പാഠപുസ്തകത്തിലും ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലൊക്കെ നല്ല നല്ല കഥകളുണ്ട്. ആ കഥകൾ ഇതുപോലെ തന്നെ നമുക്ക് വായിക്കാം. ശബ്ദ വ്യതിയാനങ്ങൾ വരുത്തിയിട്ട് ഭംഗിയായിട്ട് നിങ്ങൾക്കത് വായിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എല്ലാവർക്കും പഠിച്ചാൽ നല്ല കഥകൾ പറയാനായിട്ട് പറ്റുമെന്ന്. അപ്പോൾ നല്ല കഥകൾ തിരഞ്ഞെടുക്കുക, നല്ല കഥകൾ പറയുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം ഇന്ന് മാധ്യമങ്ങളുടെ മായാലോകത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്, അല്ലേ? ഈ മായാലോകത്ത് ജീവിക്കുമ്പോൾ ആ ഒരു മായിക പ്രപഞ്ചത്തിൽ ജീവിച്ചാൽ മാത്രം പോരാ, ചിലതൊക്കെ കണ്ടുപഠിക്കണം, കേട്ടുപഠിക്കണം, വായിച്ചു പഠിക്കണം. അങ്ങനെ പല രീതിയിൽ പഠനങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതെയോ? പഠനങ്ങൾ വേണോ? വേണം. അപ്പോഴേ നമ്മളിവിടെ മാജിക് എന്നുള്ള ഒരു കലാരൂപം ഉപയോഗിക്കുകയാണ് കൊച്ചു കൊച്ചു പഠനങ്ങൾക്ക്, കൊച്ചു കൊച്ചു ചിന്തകൾക്ക് വേണ്ടിയിട്ട്. മാജിക് ഇഷ്ടമാണോ? മാജിക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഏതാനും മാജിക് ഐറ്റംസ് തുടക്കത്തിലൊന്ന് കാണുക. ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? ആർക്കാ ഇഷ്ടമില്ലാത്തവർ ആരൊക്കെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ഇഷ്ടമുള്ളവർ മാത്രം ഒന്ന് കൈയടിച്ച്, നന്നായിട്ട് കൈയടിച്ച്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്.
ഈ മാജിക്കിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വിസ്മയ കലയാണ് മാജിക്, അല്ലേ? ഒരു അത്ഭുതത്തിൻ്റെ കലയാണ് മാജിക്. അപ്പോൾ ഈ മാജിക് എന്ന് പറയുമ്പോൾ കുട്ടിച്ചാത്തനോ കൺകെട്ടോ അങ്ങനെ ഒന്നുമല്ല. ഓരോ ട്രിക്സ് അതിൻ്റെ പിന്നിലുണ്ട്. ഇടയ്ക്ക് നമ്മൾ ചില മാജിക്കുകളൊക്കെ പഠിപ്പിക്കും. അപ്പോൾ നമ്മൾ മാജിക് എന്നുള്ള കലാരൂപത്തെ സ്വീകരിച്ചുകൊണ്ട് ചില ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു. ആ കേൾക്കുന്ന കാണുന്നതായ ആശയങ്ങൾ അത് ദൃശ്യരൂപത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് പതിപ്പിക്കുന്നു. ഇതൊക്കെയാണ് ഈ വിസ്മയ കാഴ്ചയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുള്ളൂ. ഏതാനും മാജിക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ശ്രദ്ധയോടെ സശ്രദ്ധം വിസ്മയ കാഴ്ചയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്വന്തം ചാനലായ ശാലോം നമുക്കായി ഒരുക്കുന്ന വിസ്മയ കാഴ്ച. യെസ്, ഇനിയും നമ്മൾ നോക്കുക, ശ്രദ്ധയോടെ നമുക്ക് കാണാം. വിസ്മയ കാഴ്ചയിലേക്ക് വീണ്ടും പോകുമ്പോൾ
നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്, സെമിനാറുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അതിലൊക്കെ പല ആശയങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുകയും പറയുകയൊക്കെ ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ആ കേൾക്കുന്ന ചില ആശയങ്ങൾ, ചിന്തകൾ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കാറുണ്ടോ? അതില്ല. കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ജീവിതത്തിൽ പുറകോട്ട് പോവുക ഇല്ലേ? അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചിന്തകൾക്കും കേൾക്കുന്ന ആശയങ്ങൾക്കുമൊക്കെ നമ്മൾ ആൾരൂപമായി മാറണം. എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു കൊച്ചാശയം വ്യക്തമാക്കാൻ വേണ്ടിയാണ് വിസ്മയ കാഴ്ചയിലെ ആദ്യത്തെ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നോക്കിയിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. എൻ്റെ കയ്യിൽ ഏതോ ഒരു ബുക്കാണല്ലോ. ഇത് ഏതാണ് ബുക്ക്? ആയിക്കോട്ടെ, യെസ്. അപ്പോൾ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു മാജിക് ബുക്ക് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. കണ്ടല്ലോ? കണ്ടു. ഇനി നമ്മൾ ശ്രദ്ധിച്ചു നോക്കി, ഞാനിതിൻ്റെ പേജുകളൊന്നും തുറക്കാൻ പോവുകയാണ്. പേജുകൾ ഓരോന്നോരോന്നായി തുറക്കുന്നു. ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതെന്തായിരിക്കാം? ഒരു തബലയാണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് ഇല്ലേ? അപ്പോൾ ഇതിന് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ഇതിങ്ങനെ ഇരുന്നിട്ട് നൂറ്റാണ്ടുകൾ ഇരുന്നിട്ട് വലിയ പ്രയോജനം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ശബ്ദം പുറപ്പെടുവിക്കണം. എന്ന് പറഞ്ഞാൽ ജീവിതത്തിലൂടെ ഗാന്ധിജിയൊക്കെ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞു വെച്ചില്ലേ? അപ്രകാരം നമ്മുടെ ജീവിതത്തിലേക്കും അധ്യാപകർ പറയുന്ന നല്ല കാര്യങ്ങൾ കേൾക്കുക, അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. മാതാപിതാക്കൾ, നമ്മുടെ പപ്പയും മമ്മിയും അപ്പച്ചനും അമ്മച്ചും ഒക്കെ പറയുന്നത് കേൾക്കുക, അതിലെ നല്ല ആശയങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. നമ്മളൊരു സെമിനാറിലൊക്കെ പങ്കെടുത്തു, ഒരു ക്ലാസ് എടുക്കാൻ വന്നു, ആ വ്യക്തി പറയുന്നത് നമ്മൾ കേൾക്കുക, അതിലെ പ്രധാന ആശയങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ, വീട്ടിലായിരിക്കുമ്പോൾ, മറ്റുള്ളവരോടൊക്കെ ഇടപഴകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ അനങ്ങാത്ത ശബ്ദമുണ്ടാക്കാത്ത ഒരു ഉപകരണമായി ഇതിൽ കൊണ്ടിട്ട് കാര്യമില്ല. നമ്മൾ അനക്കമുള്ളതും ഇണക്കമുള്ളതുമാകണം. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊക്കെ ദൈവത്തിൻ്റെ ഉള്ളം കൈയിലെ ശബ്ദം പുറപ്പെടുവിക്കുന്ന പകരക്കാരായി നമ്മൾ ഓരോരുത്തരും മാറേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം, ഇത് എന്തിൻ്റെ ചിത്രമായിരിക്കാം? അവരൊക്കെ പറഞ്ഞ് എന്തിൻ്റെയാണ്? ഗിറ്റാർ. എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. എല്ലാവരും ഗിറ്റാർ കണ്ടിട്ടുണ്ട്. ചിലർ പഠിക്കുന്നവർ കാണാം, ചിലർ പഠിച്ച് വായിക്കുന്നവർ കാണാം, ഇല്ലേ? അങ്ങനെയൊക്കെ കാണാം. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്, ഈ കടലാസ് ചിത്രങ്ങളായി നിലകൊണ്ടാൽ പോരാ, അതിന് നമ്മൾ ഒരു ആൾരൂപമായി, ഒരു ചിത്രമായി, ഒരു രൂപമായിട്ട് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. നോക്കാം, ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ പല പടങ്ങളാണ്, ചിത്രങ്ങൾ, കടലാസിലുള്ള പടങ്ങളാണ് കണ്ടത്. അങ്ങനെ ഇരുന്നാൽ പോരല്ലോ. അതുകൊണ്ട് നോക്കാം, നമുക്ക് ആ ചിന്തകളെ മനസ്സിലൊന്ന് ഉറപ്പിക്കാൻ പോവുകയാണ്. അപ്പം നമ്മളൊക്കെ ദൈവത്തിൻ്റെ ഉള്ളം കൈയിലെ ചലിക്കുന്ന ഒരു ഉപകരണമാക്കി മാറ്റണമേ, ദൈവത്തിന് ഇഷ്ടമുള്ള ഇണക്കമാർന്ന ഒരു ഉപകരണമാക്കി മാറ്റണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും അത് ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആ ചിന്ത ഒരു കൊച്ചു ചിന്തയാണ്. അതുകൊണ്ട് നമ്മൾ ആ കടലാസ് ചിത്രത്തെ ഒന്ന് നമ്മൾ പുറത്തേക്ക് എടുത്തപ്പോൾ എന്താ കണ്ടത്? ഓക്കെ, അപ്പം നമ്മൾ ഓർക്കുക, ഞാൻ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ ഒരു ഉപകരണമാണ്. ദാ ഇപ്രകാരം ദൈവം എന്നെ താങ്ങി നടത്തുന്നു, വഴി നടത്തുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദമായി മാറണം, ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ട് നമ്മൾ ഓരോരുത്തരും മാറാൻ നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയും ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഈശ്വര എന്നെ നിൻ വീണയാക്കൂ, വീണയിൽ മീട്ടുന്ന രാഗമാക്കൂ. ഒന്ന് പഠിക്കുക വരികൾ. ഈശ്വര എന്നെ നിൻ വീണയാക്കൂ, വീണയിൽ മീട്ടുന്ന രാഗമാക്കൂ. ഇത് ഗിറ്റാറാണ്, വീണയല്ല, എന്നാലും നമ്മൾ പാടുക. ഈശ്വര എന്നെ നിൻ ശബ്ദമാക്കൂ, ശബ്ദതരംഗിത ഗീതമാക്കൂ. ഈശ്വര എന്നെ നിൻ ശബ്ദമാക്കൂ, ശബ്ദതരംഗിത ഗീതമാക്കൂ. ഓർക്കുക, നമ്മൾ കേൾക്കുന്ന ചിന്തകൾ പല വഴികളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആശയങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ, ആരുടെ ആണെങ്കിലും ശരിയാണ്, അവരവർ
അവരുടെ ജീവിതത്തെ ട്യൂൺ ചെയ്യുക, ഒപ്പം ആ കേൾക്കുന്ന ആശയമനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. കേൾക്കുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒറ്റയടിക്കെല്ലാം ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. സാവകാശം നമുക്ക് അത്തരത്തിലുള്ള നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി നന്മ ചെയ്യുന്നവരായി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.